വിജയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും മുൻപന്തിയിൽ നിൽക്കണം. നമ്മുടെ കഴിവുകളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ലോകത്തോട് വിളിച്ചു പറയണം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ ചിന്തിച്ചതൊക്കെ തെറ്റാണെങ്കിലോ? യഥാർത്ഥ വിജയം തുടങ്ങുന്നത് ബഹളത്തിൽ നിന്നല്ല, മറിച്ച് നിശബ്ദതയിൽ നിന്നാണെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആഴത്തിലുള്ള ഈ വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ ശരിക്കും വിജയമെന്ന് പറയുന്നത് കൂടുതൽ ബഹളം വയ്ക്കുന്നതാണോ? എപ്പോഴും തിരക്കിലായിരിക്കുന്ന, കൂടുതൽ സംസാരിക്കുന്ന ആളാണോ എപ്പോഴും വിജയിക്കുന്നത്? ഇന്ന് നമ്മൾ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ, എന്നാൽ അതിശക്തമായ ഒരു തത്വത്തെക്കുറിച്ചാണ് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്: നിശബ്ദതയുടെ ശക്തി. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. നോക്കൂ, ഒരു വശത്ത് ലോകം നമ്മളോട് പറയുന്നു, നിങ്ങളുടെ പ്ലാനുകളെപ്പറ്റി എല്ലാവരോടും പറയൂ, എല്ലാവരുടെയും അംഗീകാരം നേടൂ. എന്നാൽ ജിം റോണിന്റെ തത്വശാസ്ത്രം നേരെ തിരിച്ചാണ് പറയുന്നത്: നിങ്ങളിൽ തന്നെ നിശബ്ദമായി പ്രവർത്തിക്കുക, നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾക്കായി സംസാരിച്ചോളും. വളരെ വ്യത്യസ്തമായ രണ്ട് വഴികൾ, അല്ലേ? ഈ സംസാരം കൂടുതൽ പ്രവൃത്തി കുറവ് എന്ന ഒരു കെണിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് ജിം റോൺ എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു ചെറുപ്പക്കാരൻ. അവന്റെ വലിയ വലിയ പദ്ധതികളെക്കുറിച്ച് എപ്പോഴും വാചാലനായിരുന്നു. പക്ഷേ ആ പദ്ധതികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രം അവനൊട്ട് സമയം കിട്ടിയതുമില്ല. സത്യം പറഞ്ഞാൽ ഇത് നമുക്ക് പലർക്കും സംഭവിക്കുന്ന ഒന്നല്ലേ? സംസാരിക്കുന്നതിന്റെ തിരക്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ മറന്നുപോകുന്നു. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വത്തിലേക്ക് വരാം. ശ്രദ്ധ പുറത്തേക്കല്ല, ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുക. കാരണം യഥാർത്ഥ മാറ്റവും വളർച്ചയും തുടങ്ങുന്നത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജോലിയിൽ ചെയ്യുന്നതിനേക്കാൾ കഠിനമായി നിങ്ങളിൽ പ്രവർത്തിക്കുക. കാരണം ജോലിയിൽ കഠിനാധ്വാനം ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക കിട്ടും. എന്നാൽ നിങ്ങളിൽ തന്നെ കഠിനാധ്വാനം ചെയ്താൽ ഒരു ഭാഗ്യം തന്നെ നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും. എന്തൊരു വ്യത്യാസമാണല്ലേ? ഒന്ന് ജീവിക്കാൻ സഹായിക്കുന്നു, മറ്റൊന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം. അപ്പോൾ ഈ നമ്മിൽ തന്നെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? അതിനൊരു ഘടനയുണ്ട്. 3 പ്രധാന മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 നമ്മുടെ മനസ്സ്, 2 നമ്മുടെ കഴിവുകൾ, പിന്നെ 3 നമ്മുടെ സ്വഭാവം. ഇവ 3 ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥ വളർച്ചയുണ്ടാകുന്നത്. വിജയത്തിന്റെ ഈ 3 തൂണുകളെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. ഒന്നാമത് മനസ്സ്. എല്ലാ വലിയ നേതാക്കളും നല്ല വായനക്കാരായിരുന്നു. ദിവസവും വായിക്കുന്നത് വഴി മറ്റുള്ളവരുടെ വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത് കഴിവുകൾ. നിങ്ങളുടെ ജോലി എന്താണോ അതിലേറ്റവും മികച്ച ആളാവുക. കാരണം അസാധാരണമായ കഴിവിന് അസാധാരണമായ പ്രതിഫലം ഉറപ്പായും ലഭിക്കും. അവസാനമായി സ്വഭാവം. ആരും കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറ. നമ്മുടെ ഉള്ളിൽ ഇത്രയധികം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തെ സംരക്ഷിക്കാൻ ഒരു മാർഗം വേണ്ടേ? അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ തത്വം വരുന്നത്: നിശബ്ദത പാലിക്കുക. ഇത് വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ ശ്രദ്ധയെയും ഊർജ്ജത്തെയും സംരക്ഷിക്കാനുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം, അല്ലേ? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം അത് ചെയ്യാനുള്ള സാധ്യത കുറയും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ വ്യക്തമായ ഒരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. ഇതിനെ തെറ്റായ നേട്ടത്തിന്റെ തോന്നൽ എന്ന് നമുക്ക് വിളിക്കാം. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളോട് ഒരു ചെറിയ കളി കളിക്കും. ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്നൊരു കെമിക്കൽ അത് റിലീസ് ചെയ്യും. ഫലമെന്താണെന്നോ? അത് ചെയ്യാനുള്ള നമ്മുടെ യഥാർത്ഥ ആവേശം കുറഞ്ഞുപോകും. അതുകൊണ്ട് നിശബ്ദതയെന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലമല്ല, മറിച്ച് അത് കേൾക്കാനുള്ളൊരവസരമാണ്. ആരെയാണ് കേൾക്കേണ്ടത്? മാർക്കറ്റിനെ, നിങ്ങളുടെ ഉപഭോക്താക്കളെ, എല്ലാത്തിനുമുപരിയായി നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ. ഇതൊരു സജീവമായ, ആക്റ്റീവായ ഒരവസ്ഥയാണ്. ശരി. അപ്പോൾ ഉള്ളിൽ ശ്രദ്ധിക്കുകയും നിശബ്ദമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ കാലക്രമേണ എന്ത് സംഭവിക്കും? ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ മനോഹരമായൊരു കഥയുണ്ട്. മുളയുടെ കഥ. ചൈനീസ് മുളയുടെ കഥ കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ 4 വർഷവും ഒരു കർഷകൻ അതിന് വെള്ളമൊഴിക്കുകയും വളമിടുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പുറമേക്ക് നോക്കുമ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല. ഒരു ചെറിയ മുള പോലും മണ്ണിന് മുകളിലേക്ക് വരുന്നില്ല. 4 വർഷം. പക്ഷേ 5-ാമത്തെ വർഷം അവിശ്വസനീയമായ ഒന്നാണ് സംഭവിക്കുന്നത്. വെറും 6 ആഴ്ച കൊണ്ട് ആ മുള 90 അടി ഉയരത്തിലേക്ക് വളർന്നു പോകുന്നു. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ആ മുള 6 ആഴ്ച കൊണ്ടാണോ വളർന്നത്, അതോ 5 വർഷം കൊണ്ടാണോ? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ആരും കാണാതെയുള്ള സ്ഥിരമായ ആ പ്രയത്നമാണ് എല്ലാ വ്യത്യാസവും ഉണ്ടാക്കിയത്. ഈ തത്വങ്ങളെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്.
പക്ഷേ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് പ്രാവർത്തികമാക്കാം? വിഷമിക്കേണ്ട, അതിനായി ഇതാ ഒരു ലളിതമായ 5 ഘട്ടങ്ങളുള്ള ഒരു പ്രവർത്തന പദ്ധതി. 1. ഒരു വ്യക്തിഗത വികസന പദ്ധതി ഉണ്ടാക്കുക. എന്തിനാണെന്നോ? ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നത് ഒഴിവാക്കാൻ. 2. നിശബ്ദത പരിശീലിക്കുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കാൻ. 3. ദിവസവും ചിന്തിക്കാനൊരു സമയം കണ്ടെത്തുക, നിങ്ങളുടെ വഴികൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ. 4. ശരിയായ ആളുകളുമായി മാത്രം സഹവസിക്കുക, കാരണം നിങ്ങൾ ആരുടെ കൂടെയാണോ അതായിത്തീരും. അവസാനമായി 5. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക, കാരണം വികാരങ്ങളാണ് പലപ്പോഴും നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്നത്. ഇതൊരു ശക്തമായ വഴികാട്ടിയാണ്, അല്ലേ? ഇനി നമ്മൾ അവസാനത്തെയും ഒരുപക്ഷെ ഏറ്റവും ശക്തമായതുമായ ഒരു ആശയത്തിലേക്കാണ് കടക്കുന്നത്. ഇത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കാരണം അവസാനം നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളുടെ സന്ദേശം. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ ഉപദേശങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ്. മകൻ പുസ്തകം വായിക്കണമെന്നാഗ്രഹിച്ച ഒരു അച്ഛന്റെ കഥയുണ്ട്. അദ്ദേഹം എത്ര ഉപദേശിച്ചിട്ടും മകൻ കേട്ടില്ല. എന്നാൽ എന്നാണോ അദ്ദേഹം സ്വയം വായിക്കാൻ തുടങ്ങിയത്, അത് കണ്ട് മകനും പതുക്കെ വായിക്കാൻ തുടങ്ങി. അത്രയുള്ളൂ കാര്യം. ഒന്നോർക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് കഴിയുന്നതിനേക്കാൾ എത്രയോ ഉച്ചത്തിൽ നിങ്ങളുടെ മാതൃക സംസാരിക്കും. ലോകത്തിന് വേണ്ടത് നമ്മുടെ പ്രഖ്യാപനങ്ങളല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. റാൽഫ് വാൾഡോ എമേഴ്സന്റെ ഈ വാക്കുകളോടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ എന്തായിരിക്കുന്നു എന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയാത്ത വിധം ഉച്ചത്തിൽ സംസാരിക്കുന്നു. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം ഈയൊരു വാക്യത്തിലുണ്ട്. നിങ്ങൾ ആരാണ് എന്നത് നിങ്ങളുടെ വാക്കുകളേക്കാൾ എത്രയോ പ്രധാനമാണ്. ഓർക്കുക, നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, നിശ്ശബ്ദമായി പ്രവർത്തിക്കുമ്പോൾ ബാക്കിയെല്ലാം താനേ ശരിയായിക്കൊള്ളും.